ഇത്തരം ആൾക്കാരിൽ നന്മ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു എക്സാമ്പിളായിട്ട് പറയാം. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആളാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് വിളിച്ചു, വീട്ടിലിരുത്തി. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോൻ ആ ഫീൽഡിൽ ആ സീനിലേക്ക് ഓടിക്കയറി വന്നു. അപ്പോൾ വന്ന ഉടനെ അദ്ദേഹം വളരെ സ്നേഹത്തോടെ എൻ്റെ മോനെ അങ്ങോട്ട് വിളിച്ച്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് മോനിങ് വാ പേരൊക്കെ ചോദിച്ചിട്ട്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ ആകെ 100 രൂപയുള്ളൂ. ആ 100 രൂപ എടുത്തിട്ട് എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് വെച്ചോ, ഇത് മോൻ മുട്ടായി മേടിച്ചോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മൾ കാണാതെ പോയ നന്മകളാണ് ഇവരിൽ. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരിലും കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നല്ലവരായ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്ര ആളുകളെ നമ്മൾ സഹായിക്കാൻ പോയില്ലെങ്കിൽ പോലും പരിഹസിക്കരുത്. ഒരിക്കലും നമ്മളെ മനസ്സിനകത്ത് പോലും പരിഹസിക്കരുത്. കാരണം നാളെ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ആവില്ല എന്ന് നമുക്ക് ഉറപ്പില്ല. ആർക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം വരാം. അതുകൊണ്ട് ഇവരെയും നമ്മളിൽ ഒരാളായി കണ്ടുകൊണ്ട് നമ്മളിവരെ കൂടെ കൂട്ടി നടക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. നമ്മളെ ഒരു പുഞ്ചിരി കാരണം, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തോളത്ത് കൈയിട്ടത് കാരണം ഒരാളുടെ ഒരു ദിവസം ബെറ്റർ ആവുകയാണെങ്കിൽ എത്ര നല്ലതാണ്. നമുക്കറിയാം നമ്മളെല്ലാവരും മാനസികമായ ഓരോ പ്രശ്നങ്ങൾ കടന്നു പോകുന്നതാണ്. ആ സമയത്ത് ഓരോ ആൾക്കാർ ഓരോ സാന്ത്വന വാക്ക്, ചിലരുടെ പുഞ്ചിരി ആയിരിക്കാം, അത് കാരണം നമുക്ക് ചിലപ്പോൾ ഒരു റിലീഫ് കിട്ടും.